ഹലോ അസ്സലാമലൈക്കും. ഞാൻ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താണ്ടോ. ഈ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതിലിപ്പോൾ നിങ്ങൾക്ക് എവിടെ നോക്കിയാലും ഇപ്പോൾ കാർഡ് പേയ്മെൻ്റ് ആണ്. എവിടെ നോക്കിയാലും ഒന്നില്ലെങ്കിൽ ആപ്പിൾ വാലറ്റിൽ അല്ലെങ്കിൽ കാർഡ് പേയ്മെൻ്റ് ഉള്ളൂ. ആൾക്കാരൊന്നും ഇപ്പോൾ അധികം ക്യാഷ് ഉപയോഗിക്കാത്ത സാഹചര്യമാണ്. അപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ നമ്മൾ വല്ല ഡെലിവറി ഇത് ചെറിയ കച്ചവടക്കാർക്ക് വേണ്ടിയിട്ടോ. അതായത് ചെറിയ ചെറിയ വല്ല ഫ്രീലാൻസ് ആയിട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ഓർക്ക് കമ്പനി അക്കൗണ്ടായിട്ട് ഉപയോഗിക്കുക, നിങ്ങൾക്ക് പേഴ്സണൽ അക്കൗണ്ടായിട്ടും ഇത് ഉപയോഗിക്കുക. രണ്ടിലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കാർഡ് മിഷൻ കിട്ടണമെങ്കിൽ അറിയാം 1500 ഒരു ചാർജ് ആക്കുന്നുണ്ട്. 1500 മറ്റേ 1300 പല മാതിരിയും പല കമ്പനിക്കാരും ചാർജ് ഈടാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഇല്ലാണ്ട് നിങ്ങൾക്കൊരു പേയ്മെൻറ്റ് ഓപ്ഷൻ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ തന്നെ ആൾക്കാരിന്ന് പേയ്മെൻറ്റ് മേടിക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഈ ആപ്ലിക്കേഷനിലുള്ളത്. അപ്പോൾ എനിക്കത് ഹെൽപ്ഫുള്ളായതെന്ന് പറഞ്ഞാൽ ഞാനിതേമാതിരി എനിക്ക് ഒരു കിട്ടാക്കുറ്റിൻ്റെ ഒരു കസ്റ്റമർ. അപ്പോൾ ഓനിവിടെ സാധനം ആൾ പുറത്താണുള്ളത്. ഓനിപ്പോൾ കാർഡ് പേയ്മെൻറ്റ് ഓനെ ചെയ്യുള്ളൂ. അപ്പോൾ ഓന് പറഞ്ഞ് ലിങ്ക് ഉണ്ടോ എന്ന് എപ്പോഴും ചോദിക്കും. അപ്പോൾ ഈ ആപ്ലിക്കേഷനിലാണ് നിങ്ങൾക്ക് QR കോഡ് വേണമെങ്കിൽ അത് വിട്ടുകൊടുക്കുക. അതേമാതിരി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ലിങ്ക് നിങ്ങൾക്ക് എത്ര എമൗണ്ട് ചെയ്തിട്ട് ആ ലിങ്കും വിട്ടുകൊടുക്കുക. അപ്പോൾ അതൊരു ഹെൽപ്ഫുള്ളായിട്ട് അതുകൊണ്ടാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തത്. കാരണം കാർഡ് മിഷൻ നമ്മുടെ അടുത്ത് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ചെറിയ വല്ല മറ്റേ കച്ചവടമൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പോൾ കാർഡ് മിഷൻ കാശ് കൊടുത്ത് പഠിക്കേണ്ട ഒരു പെർസെൻറ്റേജ് അതിൽ കട്ടാക്കുന്നുണ്ട്. 2.9 അവർ കട്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും ഒരു പ്രശ്നമാണ് ശരിക്കും. അപ്പോൾ ആർക്കെല്ലാം അത്യാവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ പൈസ പോകാതിരിക്കാനും വല്ല ഐഡിയ ഉണ്ടെങ്കിൽ. പിന്നെ അതേമാതിരി ചില ആൾക്കാർ ഇപ്പോൾ നിങ്ങളെ തുണക്കാരൊക്കെ കാശ് ചോദിക്കുമ്പോൾ ചില ആൾക്കാർ പറയുന്ന കേൾക്കാറുണ്ട്, എടാ കാർഡിലില്ല ക്രെഡിറ്റ് കാർഡ് വേണമെങ്കിൽ കൊണ്ടുപോകുമോ, ക്രെഡിറ്റ് കാർഡ് ഉണ്ട് എന്ന്. അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ട് ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാതെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അവർക്ക് ഈ എമൗണ്ട് ചെയ്തിട്ട് വിട്ടുകൊടുത്താൽ മതി. അപ്പോൾ ആ എമൗണ്ട് ചെയ്തിട്ട് അവർക്ക് ഇപ്പോൾ 1000 റുപ്യ വേണമെന്നുണ്ടെങ്കിൽ 1000 ദിർഹംസ് ആണെങ്കിൽ 1000 ദിർഹംസ് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് വിട്ടുകൊടുത്താൽ അവർക്ക് അതിൽ പേ ചെയ്ത് തരാം. നിങ്ങൾക്ക് ഇവിടെ അക്കൗണ്ടിൽ പൈസ കയറും. പക്ഷേ 2.9 കട്ടാവുമെന്ന് ആലോചിക്കണം. അപ്പോൾ ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ചെറിയ ചെറിയ കച്ചവടക്കാരുള്ള ആൾക്കാർക്കൊക്കെ ഞാനിത് മദീനസായിൽ നിന്ന് ഒരാൾ എൻ്റെ പേയ്മെൻറ്റ് എന്തോ ഒരു സാധനം മേടിച്ചപ്പോൾ പേയ്മെൻറ്റ് മൊബൈലിൽ മേടിച്ചപ്പോൾ ഞാൻ അത് ശ്രദ്ധിക്കുന്നത്. അങ്ങനെയാണ് ഞാനിത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഹെൽപ്ഫുള്ളായിട്ട് തോന്നി. അതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എങ്ങനെയാണ് ഇത് എന്നുള്ളത്, ഹെൽപ്ഫുള്ളാണോ, ഇത് എന്താണിത്, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. കാരണം ഞാനിത് ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനത് ഉപയോഗിച്ചപ്പോൾ ഏകദേശം ഞാനൊരു പേയ്മെൻറ്റ് ചെയ്തപ്പോൾ എനിക്ക് 2 മണിക്കൂറിനുള്ളിൽ എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി. അതിനെ വല്ലാണ് ഇപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കൂടെ. ഈ ആപ്ലിക്കേഷൻ അല്ല ആപ്പിളിൽ നിന്ന് എടുത്തിട്ട് ഇതിൽ നമ്മൾ മറ്റേ അടിച്ച് കഴിഞ്ഞാൽ അതിൽ ഫുള്ള് ഇതിൻ്റെ ഡീറ്റെയിൽസ് വരും. അല്ലേ ഇത് നല്ല ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇത് ഓൾറെഡി നമ്മൾ ഇതിനൊരു പാസ്വേഡ് സെറ്റാക്കിയിട്ട് അതിൻ്റെ ഒരു അക്കൗണ്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഫുള്ള് സെറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പേ ചെയ്യാനുള്ളതുകൊണ്ട് അതേമാതിരി ഗെറ്റ് പേയ്മെൻറ്റോ എന്നുള്ള ഓപ്ഷനുണ്ട്.